ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചാനൽ ഒരു ചെറിയ റീബ്രാൻഡിങ് പരിപാടിയിലൊക്കെയാണ്. നല്ല കണ്ടന്റ് എടുത്ത് വന്നിട്ട് വീഡിയോ ചെയ്യാനുള്ള ശ്രമത്തിലും പരിപാടികളിലാണ്. സോ ഇനി അങ്ങോട്ട് സെലക്റ്റീവ് കണ്ടന്റ് എടുത്തിട്ട് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാനാണ് ആഗ്രഹം. അതിനുള്ള പരിപാടികളാണ്. സോ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മുടെ ഇക്കന്റെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ റിലീസായപ്പോൾ ഒരു ചെറിയ വീഡിയോ അതിനെ കുറിച്ച് ചെയ്യാം. കാരണം അതിന്റെ റിവ്യൂ ഒന്നുമല്ല. കാരണം റിവ്യൂ ചെയ്യാൻ ഞാൻ ഈ സിനിമ കണ്ടിട്ട് ഞാൻ ലാലേട്ടന്റെ സിനിമകൾ മാത്രം തിയേറ്ററിൽ പോയി കാണുന്ന ആളാണെന്ന് വെച്ചാൽ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെയാണ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഗംഭീരം എന്ന് തോന്നുന്ന ഇപ്പൊ ലിയോ പോലത്തെ, കങ്കുവ പോലത്തെ, നമുക്ക് അങ്ങനെയുള്ള സിനിമകൾ ഇനിയിപ്പോ ഏത് ആക്ടർ ആയാലും അങ്ങനെയൊക്കെ മാത്രം തിയേറ്ററിൽ പോയി കാണുന്ന ആളാണ്. അപ്പൊ ബസൂക്ക ട്രെയിലർ കണ്ടപ്പോൾ ഒന്നും എനിക്ക് കാണാനുള്ള താല്പര്യം തോന്നിയില്ല ആക്ച്വലി. അപ്പൊ അതിന്റെ ഒരു റിവ്യൂ അല്ല ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളാണ് എനിക്കിത് പറയാനുള്ളത്. നമ്മുടെ മമ്മൂക്ക ഫാൻസിനോട്, ഇക്ക ഫാൻസിനോടാണ്. കാരണം ഞാൻ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടു വന്നിട്ട് എസ് എ മോഹൻലാൽ ഫാൻ, നമ്മുടെ ലാലേട്ടന് വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്ന ഈ ചാനലിൽ കുറച്ചൊരു നെഗറ്റീവ് അഭിപ്രായം ഞാൻ പറഞ്ഞപ്പോൾ അത് എടുത്ത് ആഘോഷിച്ച ഒരുപാട് മമ്മൂക്ക ഫാൻസ് ഉണ്ട്, നമ്മളെ ചാനലിലുണ്ട്. ഇതൊരു ആരോടുള്ള വിദ്വേഷം വൈരാഗ്യം വെച്ചെന്ന് പറയുന്നതല്ല. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കും നമ്മുടെ ഇക്ക ഫാൻസ് ലാലേട്ടന്റെ ഒരു സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ അവരെടുക്കുന്ന എഫേർട്ടിന്റെ ഒരു പകുതി എഫേർട്ട് എടുത്താലും നമുക്ക് ബസൂക്ക പോലത്തെ, അല്ലെങ്കിൽ അവർക്ക് നല്ലതായിരിക്കുമെന്ന് തോന്നുന്ന സിനിമയ്ക്ക് ഒരു ഗംഭീര കളക്ഷനോ ഒരു ഇനീഷ്യൽ പുള്ളൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അവർ അത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് ലാലേട്ടന്റെ ഒരു സിനിമ ഡീഗ്രേഡ് ചെയ്യാനായിട്ട്. ഒരു ചെറിയ നെഗറ്റീവ് എവിടെന്നെങ്കിലും കിട്ടിയാൽ എടുത്ത് ആഘോഷിക്കാനായിട്ട് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് അവർക്ക് അതിന് പറ്റുന്നുണ്ട്. കാരണം മമ്മൂക്ക നല്ല സിനിമകൾ മാത്രമാണ് മമ്മൂക്ക ഇപ്പം ഈ അടുത്ത് ചെയ്തത്. ഇത് നമുക്കറിയാലോ. ഇതിപ്പോ എന്തോ ആദ്യമായിട്ട് സംഭവിച്ച പോലെയൊക്കെയായിരുന്നു എല്ലാവരും. കാരണം മമ്മൂക്കയെ കുറച്ച് നല്ല സിനിമ ചെയ്തു, ലാലേട്ടൻ കുറച്ച് മോശം സിനിമ ചെയ്തു. ഇത് ആദ്യമായിട്ട് നടന്നല്ലോ, അത് വർഷങ്ങളായിട്ട് നടക്കുന്നല്ലേ. പക്ഷെ അവരത് വല്ലാതെ ഇട്ട് ആഘോഷിച്ചു. ഇനിയിപ്പോ ഞാൻ മുന്നേ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 2020 ലാലേട്ടൻ വർഷമായിരിക്കും. അത് എമ്പുരാനിൽ സ്റ്റാർട്ട് ചെയ്ത് ഇനി തുടരും വരാന്നിരിക്കുന്നു ഈ മാസം അവസാനം. സോ അതങ്ങനെയാണ്, മാറി മറിഞ്ഞിരിക്കും. ഇപ്പോഴുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടന്റെ റെക്കോർഡുകളോ ലാലേട്ടന്റെ ആ ഒരു റീച്ചോ എത്ര ശ്രമിച്ചാലും ഈ ഒരു മമ്മൂക്ക സിനിമയ്ക്ക് കിട്ടാൻ പോകുന്നില്ല. അതാണായിരുന്നു ശരിക്കും നമ്മുടെ ഈ മമ്മൂക്ക ഫാൻസ് കാണിച്ചു തരേണ്ടത്. ഇവർ ഈ പറയുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ സ്റ്റാർ, മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ടറൊക്കെ മമ്മൂക്കാണെങ്കിൽ അത് അവർ ആ സ്നേഹം ഇക്കയുടെ സിനിമ ഇറങ്ങുമ്പോൾ കാണിക്കണമായിരുന്നു. ബസൂക്ക നിങ്ങൾ ഭയങ്കര ആഘോഷിച്ച് വന്നിട്ട് നമ്മൾ കണ്ടാണ് ഈ ഒരു ഇനീഷ്യൽ കളക്ഷനോ അല്ലെങ്കിൽ അതിന്റെ പ്രീ ബുക്കിംഗ് അങ്ങനെ ഒക്കെ നമ്മൾ എവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും നമുക്ക് പറ്റില്ല. ലാലേട്ടന്റെ എമ്പുരാൻ പോലത്തെ അല്ലെങ്കിൽ ലാലേട്ടൻ സിനിമയ്ക്ക് കിട്ടുന്ന ആ ഒരു ഇതൊന്നും നമുക്ക് ഇതുവരെ അങ്ങനെ സാധിച്ചിട്ടില്ല. അത് പറ്റുന്ന ഒരിക്കലും പറ്റൂല. അപ്പൊ ഈ ബസൂക്ക ഇറങ്ങിയപ്പെട്ട വേറെ രസം എന്താ വെച്ചാൽ അശ്വന്ത് കോക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അശ്വന്ത് കോക്കിനെ. ഞാനിത് പറയുമ്പോൾ പലർക്കും എതിരഭിപ്രായം ഉണ്ടാവും. ലാലേട്ടൻ ഫാൻസ് പോലെ എന്നോട് എതിരഭിപ്രായം ഉണ്ടാവും എന്നല്ല ഞാൻ പറയണം. അശ്വന്ത് കോക്ക് നമ്മൾ അറിയുന്നത് ലാലേട്ടനെ കളിയാക്കുന്ന ഒരാളെന്ന രീതിയിൽ ഭയങ്കര ദേഷ്യം, ഭയങ്കര വെറുപ്പുള്ളവരായിരുന്നു അശ്വന്ത് കോക്ക് മുന്നേ. ലാലേട്ടനെ കളിയാക്കിക്കൊണ്ടുള്ള വീഡിയോ ചെയ്തിട്ടാണ് അങ്ങനെ ഇതിലെത്തിയത്. സോ അതിനു വേണ്ടി കിട്ടിയിരിക്കുക മമ്മൂക്ക ഫാൻസിന്റെ അടുത്തുള്ള സപ്പോർട്ട് ആയിരിക്കും, സത്യമാണ്. അപ്പോൾ അശ്വന്ത് കോക്ക് സത്യത്തിൽ മേ ബി അദ്ദേഹത്തിന് ഒരു സ്ട്രാറ്റജി ആയിരുന്നിരിക്കാം ഇത്. മേ ബി മുന്നേ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് ഒക്കെ വന്ന പോലെ സ്ട്രാറ്റജി, ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടാവുന്ന സന്തോഷ് പണ്ഡിറ്റാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. അതിനുശേഷം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ പോലും കാണുന്നുണ്ട് നമ്മുടെ നല്ലൊരു കണ്ടന്റിന് ഉള്ള റീച്ച് വളരെ കുറവും, മോശം കണ്ടന്റുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര റീച്ചുമാണ്. സോ ആ ഒരു സ്ട്രാറ്റജി ഫോളോ മേ ബി അശ്വന്ത് കോക്കിന്റെ മുന്നേ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ അതിനുശേഷം ഈ ഇടയ്ക്ക് ആണ് ഞാൻ മനസ്സിലാക്കിയത്, അറിഞ്ഞത് അദ്ദേഹം ഒരു ഡൈഹാർഡ് മോഹൻലാൽ ഫാനാണ്. നമ്മളെക്കാട്ടൊക്കെ അപ്പുറത്തെ ഒരു ഭ്രാന്ത് പിടിച്ച ആരാധന ഉള്ള മോഹൻലാൽ ഫാൻ ആയിരുന്നു അശ്വന്ത് കോക്ക്. അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, അതിന്റെ ഓരോ ഇൻസിഡന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ അതിനുശേഷം ലാലേട്ടൻ ചെയ്ത മോശം സിനിമകൾക്ക് അദ്ദേഹത്തിന് തോന്നിയ വിമർശനം, അദ്ദേഹത്തിന് ഭാഷ യൂസ് ചെയ്യുന്നത് കുറച്ച് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവുന്ന ഭാഷയല്ല, അത് നല്ലതുമല്ല എന്തായാലും. പക്ഷെ ഇപ്പം വളരെ ഇമ്പ്രൂവ് ഉണ്ട് അദ്ദേഹം ആ കാര്യത്തിലൊക്കെ. അദ്ദേഹത്തിന് ഞാൻ പറയട്ടെ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ജെന്യൂൻ ആയിട്ട് റിവ്യൂ ചെയ്യുന്ന ആളായിട്ട് തോന്നുന്നത്. കാരണം എന്റെ പല റിവ്യൂസും ഒരു സിനിമ കാണുമ്പോൾ എന്റെ തോട്ട് അദ്ദേഹത്തിന്റെ റിവ്യൂ ആയിട്ട് ഭയങ്കര മാച്ച് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. മമ്മൂക്ക അടുത്ത കാലത്ത് ചെയ്തത് നല്ല സിനിമകളായതുകൊണ്ട് തന്നെ മമ്മൂക്ക ഫാൻസ് അദ്ദേഹത്തിനാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലാലേട്ടൻ സിനിമകളൊക്കെ അദ്ദേഹം വലിച്ചു കീറിയിട്ടുണ്ട്. കാരണം സത്യമാണ്, മോശം സിനിമകൾ ലാലേട്ടൻ കുറെ കാലങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പം സംഭവിച്ചത് എന്താ വെച്ചാൽ ബസൂക്ക ഇറങ്ങിയപ്പോൾ ഒരു അടിപൊളി റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഇതിൽ അതൊന്ന് റിയാക്ട് ചെയ്യാനാണ് ഞാനിപ്പോൾ വീഡിയോ തന്നെ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ സിനിമ കണ്ടില്ല. സോ സിനിമയുടെ റിവ്യൂ എനിക്ക് പറയാനുള്ള അവകാശമില്ല. ട്രെയിലർ കണ്ടപ്പം എനിക്കൊരു ക്വാളിറ്റി ഒന്നും തോന്നാത്തത് കൊണ്ടാണ് ഞാൻ സിനിമ കാണാതിരുന്നത്. എന്നാൽ ഇപ്പം സിനിമയുടെ റിവ്യൂ അശ്വന്ത് കോക്ക് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാവരും പറഞ്ഞത് ഒരേ റിവ്യൂ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ ഉണ്ട്, അത് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. കാരണം ഇതൊക്കെ തന്നെ അതിന്റെ റീസൺസ് എന്താ വെച്ചാൽ കുറെ കാലമായിട്ട് ലാലേട്ടൻ സിനിമകളെ വലിച്ചു കീറി ഒട്ടിച്ച് അശ്വന്ത് കോക്കിനെ സപ്പോർട്ട് ചെയ്ത ഇക്ക ഫാൻസിന് ഇപ്പൊ ഭയങ്കരമായിട്ട് രോഷം കൊണ്ടിട്ടുണ്ടാവും. കാരണം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞത് അദ്ദേഹം വളരെ ജെന്യൂൻ റിവ്യൂവർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ ബസൂക്കന്റെ അദ്ദേഹത്തിന്റെ റിവ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. 8-2-16-16-32 ബസൂക്ക മെഗാസ്റ്റർ മമ്മൂക്കയുടെ ബസൂക്ക. റൈറ്റർ ഡയറക്ടർ ഡീനോ ഡെന്നിസ്, കലൂർ ഡെന്നിസിന്റെ മകനാണ്
മമ്മൂക്ക ആദ്യമായി അവസരം കൊടുത്തതാണ്. ബട്ട് സ്റ്റിൽ ഈസ് എൻ എ പോക്കറ്റ്. കല്ലു ടെന്നീസിൻ്റെ മോനാണല്ലോ. അദ്ദേഹത്തെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വന്ന സമയത്ത് മമ്മൂക്ക നിർബന്ധിച്ച് സംവിധാനം ചെയ്യിപ്പിച്ചതാണ്. മികച്ച ഒരു തീരുമാനം. ഇതിനു മുൻപ് ജോഷിയുടെ മകൻ അഭിലാഷ് ജോഷിയാണ് ഇതുപോലെ ഒന്ന് പണിയത്. DOP നിമിഷ് റവി. എഡിറ്റേഴ്സ് 2 പേരുണ്ട്. നിഷാദ് യൂസഫ്, ഈസ് നോമോ, പ്രവീൺ പ്രഭാകർ. വളരെ പൂവർ ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു സിനിമ. വെരി പൂവർ. പല സീൻസും പ്ലാച്ചടിച്ച് വെച്ചേക്കുക. അതുകൂടാതെ ഇതിൻ്റെ ഗ്രാഫിക്സ് എന്തൊരു വെറുപ്പിക്കൽ ഗ്രാഫിക്സാണ് ചെയ്ത് വെച്ചേക്കുന്നത്. നിരന്തരം ഇത് ഗെയിമിങ്ങും പരിപാടിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിരന്തരം ഇങ്ങനെ ഒരുമാതിരി തലവേദന എടുക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അതിന് ഒത്ത അരോചക ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇദ്ദേഹത്തിന് സുഷിൻ ശ്യാമിന് പഠിച്ചാണെന്ന് തോന്നുന്നു. പക്ഷേ ഒത്തില്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിലെ നായകൻ നമ്മുടെ തമിഴ് ഫിലിം ഡയറക്ടർ ഗൗതം വാസുദേവ മേനോനാണ്. ബെഞ്ചമിൻ ജോഷ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ. അദ്ദേഹമാണ് ഈ സിനിമയിൽ ഉടനീളം മുഴുവനുള്ള സ്ക്രീൻ ടൈം ഫുൾ അദ്ദേഹത്തിനാണ്. അദ്ദേഹമാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മമ്മൂക്ക ശരിക്കും ഒരു സഹനടനായിട്ടാണ് ഇതിൽ അഭിനയിച്ചത്. ഇദ്ദേഹം ഫുൾ ടൈം ബസ്സിലിരുന്ന് എന്തൊക്കെയോ കഥ പറയാം. അങ്ങനെയാണ് തോന്നുന്നു ഈ സിനിമയ്ക്ക് പേര് ബസൂക്ക എന്ന്. ബസ്സിലിരുന്ന് കഥ പറയുന്ന ഇക്ക. ഷൈൻ ടോം ചാക്കോണ്ട് അദ്ദേഹം മലയാളം പറഞ്ഞാൽ തന്നെ സാധനം മനസ്സിലാവാറില്ല. ഇതിൽ വേറെ എന്തൊക്കെയോ ഭാഷ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഏതാ ഭാഷ എന്ന് പോലും മനസ്സിലല്ലോ. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹം ഈ GVM എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു ഫോർഡ് എൻഡവർ, സ്വന്തമായിട്ട് ഫോർഡ് എൻഡവർ പോലീസ് വണ്ടിയൊക്കെയുള്ള ഒരാളാണ്. കൂടെ ബാമാരുൺ പോലീസുകാരായതുകൊണ്ട് ആറ്റിറ്റ്യൂഡാണ്. ഫുള്ള് മുഖം കൊണ്ട് ഗോഷ്ടി കാണിച്ച് ആറ്റിറ്റ്യൂഡ് ഇടുക. സിദ്ധാർത്ഥ ഭരതനുണ്ട്, പുള്ളിക്ക് തീരെ വയ്യ. പിന്നെ ഒരു മീശക്കാരൻ. ഇങ്ങനെ കുറേ പേര് ടീമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ അങ്ങനെ കാണിക്കുമോ. എന്താ ഒരു കണക്ഷനും കിട്ടുന്നില്ല. സിനിമ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടും എന്തൊക്കെയോ അവർ കാണിച്ചത് മനസ്സിലായിട്ടില്ല. വാലക്കിനെ പോലെ ഒരു സ്ത്രീയെ കാണിക്കേണ്ട തുടക്കത്തിൽ ഒരു കന്യാസ്ത്രീ വേഷമൊക്കെ ഇട്ടിട്ട് അവർ ടറായിരുന്നു, കിട്ടുമായിരുന്നു. പിന്നെ ദിവ്യ പിള്ളയുണ്ട്, GVMൻ്റെ വൈഫായിട്ട് ചുണ്ടുകൊണ്ട് എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ വസിഷ്ഠ ഉമേഷ്, മിന്നൽ മുരളിയിലെ പയ്യൻ. ആ പയ്യനും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അവൻ ഇങ്ങനെ ഗെയിമൊക്കെ ഗെയിമറാണ്. അങ്ങനെയുള്ള സെറ്റപ്പ്. പിന്നെ ഇതിൻ്റെ ഡയലോഗ് ഡെലിവറി പറഞ്ഞാൽ ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. അങ്ങനെ വണ്ടി വരുമ്പോൾ പോലീസുകാരൻ പുറത്തുനിന്ന് പറയാം, നിർത്ത്. ഇയാളെന്തിനെ സ്വയം പറയുന്നത് കൈ കാണിച്ചാൽ പോരെ. അതൊക്കെ പണ്ടത്തെ സിനിമയിൽ എങ്ങനെ അതേ ഫോമാറ്റിൽ ഇങ്ങനെ ഡയലോഗ് ഡെലിവറി, അതുപോലെ തന്നെ ഡബ്ബിംഗ് ഒക്കെ വളരെ മോശം. ഇങ്ങനെ കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ സിറ്റുവേഷൻസ് ഉള്ള ഏതോ പാരലൽ വേൾഡ് നടക്കുന്ന പോലത്തെ എന്തൊക്കെയോ കാണിക്കുമോ. ഞാൻ നേരത്തെ പറഞ്ഞ ബസ്സില്ലേ, ഈ ബസ്സിലാണേ ബസ് സെറ്റിട്ടാന്ന് തോന്നുന്നു. ബസ്സിന്റെ സീറ്റിങ്ങിന്റെ ഡിസ്റ്റൻസ് ഒക്കെ കണ്ടാൽ മനസ്സിലായി സെറ്റിട്ട ബസ്സാണ്. എന്നിട്ട് ഈ ബസ്സിൽ മൊത്തം വെറുപ്പിക്കൽ ടീം. ഇത് ഏത് ലോകത്തെ ബസ്സാണ്? ഒരു ബസ്സിൽ ആൾക്കാർ മുഴുവൻ അങ്ങോട്ട് കൊണ്ട് വെറുപ്പിക്കും. ജോമോൻ ചോദ്യമൊക്കെ എന്തൊരു വെറുപ്പിക്കൽ. കയ്യിൽ നിട്ടതാണോ എഴുതി കൊടുത്താണോ അറിയില്ല. കൗണ്ടർ അടിക്കുക. പബ്ജിക്ക് പാർലേജി എന്ന് പറയാ. വേറെ എന്തൊക്കെയോ പറയുന്നു ജോമോൻ ചോദർ. അയ്യോ മറ്റേ മീനാക്ഷി വന്നിട്ട് എന്ന് പറയുക, അയ്യോ എന്തൊരു ഗ്ലാമറാണ്. ഇക്കയുടെ എൻട്രി വന്നപ്പോൾ പറയാം, അയ്യോ എത്ര കാലമായി ഇത് പറയുന്നത്, എന്തൊരു ഗ്ലാമറമായി എടുക്കുന്നില്ലേ. അയ്യയ്യയ്യയ്യേ. ഇക്കനെ കാണിക്കുക. ഏതെങ്കിലും കഥാപാത്രത്തെ കൊണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടോ സഹനടനെ കൊണ്ടോ സഹനടിയെ കൊണ്ടോ പറയിപ്പിക്കാം. എന്തൊരു ഗ്ലാമറായത്. ഇതാണ് ഒരു സിനിമയിൽ, എല്ലാ സിനിമയിലും മടുക്കൂലേ ഇങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ ഹക്കീം ഷാ ഉണ്ട്. ഹക്കീം ഷാ പറഞ്ഞ കോമഡി പീസ് കഥാപാത്രം. എന്തൊക്കെയോ കാണിക്കുന്നു. അങ്ങനെ എന്നിട്ട് ഹക്കീം ഷാ പോരായിട്ട് മമ്മൂക്കയുടെ അച്ഛൻ്റെ പ്രായമുള്ള മമ്മൂക്കയെ ബ്രോ എന്ന് പറഞ്ഞ് വിളിച്ച് ഉറപ്പിക്കുക. ബ്രോ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന് വലിയ പ്രായമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതിൻ്റെ കൂടെ കച്ചറ സ്കോറ്, മേക്കിങ്. ഇതിങ്ങനെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹനീയ അരോചക പരിപാടി. ഓരോ കഥാപാത്രങ്ങളും മത്സരിച്ച് വെറുപ്പിക്കുക. അതിനിടയ്ക്ക് ഇക്കയുടെ ഫൈറ്റൊക്കെ ഉണ്ട്. വൃദ്ധി വിശാലൊക്കെ വരുന്നുണ്ട്, മറ്റേ ഡാൻസ് കളിക്കണ കൊച്ച്. എന്നിട്ട് പെട്ടെന്ന് ഇക്ക ഗ്ലാസ്സൊക്കെ വെച്ച് ഫൈറ്റ്. ഇക്കയുടെ ഫൈറ്റ് അറിയാലോ. ഇക്ക റോഡിൻ്റെ നടുക്ക് ഇറങ്ങി നിൽക്കും. അപ്പോൾ അടികൊള്ളുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരണം. ഹെൽമെറ്റൊക്കെ വെച്ച് ആൾ വരുന്നു. ഇക്ക ഇടിച്ച് പറത്തുന്നു. അങ്ങനെ ഓടി വന്ന് അടി വാങ്ങുക. കാരണം ഇക്ക അവിടെ തന്നെ നിൽക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ആൾക്കാർ ഓടി വരിക, അടി വാങ്ങുക. അതിനിടയ്ക്ക് മറ്റേ പരസ്പരം സീരിയലിലെ ബേക്കറി സൂരജൊക്കെ വരുന്നുണ്ട് അടി വാങ്ങാൻ. ഇക്ക ഇതിൽ ഭയങ്കര ബുദ്ധിമാനാണ്. ഇൻ എ സീക്രട്ട് മിഷൻ, ഇറ്റ്സ് കോൺഫിഡൻഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ബസ്സിൽ അന്നേരം പരിചയപ്പെട്ട ഒരു തന്നെ എടുത്തിരുന്ന് കഥ പറയുക. ഭയങ്കര കോൺഫിഡൻഷ്യലാണ്. ഇരുന്നങ്ങ് പറയുക, കഥ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഗെയിമിങ്ങിൻ്റെ ബ്രില്യൻസും അതിൻ്റെ പാറ്റേണും ജോയ്സ്റ്റിക് പുരാണവും ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബസ്സിൻ്റെ അകത്ത് തന്നെ ഫുൾ ടൈം ടെമ്പിൾ റൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് അമ്പലത്തിൽ പോയിട്ട് മറ്റേ റെസ്പിറേറ്ററി മാസ്ക് ഒക്കെ ഇട്ട് അടി ഉണ്ടാക്കുക, പൊടി മറ്റേ കളർപ്പൊടി വാരി എറിയുക. ഇങ്ങനെ നിരന്തരം ഒരു ബന്ധവും ഇല്ലാതെ എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. GVM എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് മമ്മൂക്കയും കാര്യമായിട്ട് എന്തൊക്കെയോ ഹക്കീം ഷാ എടുത്ത് പറയുന്നുണ്ട്. ഇതിങ്ങനെ കണ്ട് മനസ്സിലാക്കണം. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മെന്റലി വിട്ട് സംഭവം. ഇത് എന്താണ് ഇവർ ഉദ്ദേശിച്ച് മനസ്സിലാവുന്നില്ല. പിന്നെ ഇങ്ങനെ കണ്ടിരിക്കൽ തന്നെ. ഗൗരി ശങ്കര ഫെയിം, മുന്ന സൈമണൊക്കെ ഉണ്ട്. പിന്നെ ഇക്കയുടെ ഒരു മാസ് പരിപാടി, മാസം ഒരു ടറർ പരിപാടി കണ്ടിട്ട് മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് ഇക്ക എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നത്, കൈയടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആൾക്കാർ ഇങ്ങോറും ജോൺ വിക്ക് പോലെയൊക്കെ ഇടയ്ക്ക് കാണിക്കുന്നത്. അപ്പോഴും ആൾക്കാർ ഇങ്ങോറും
ഇക്ക എന്തൊക്കെയാണ് അവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. ഉദ്ദേശിക്കുന്നത് കൈയടിക്കാനും വിസിലടിക്കാനൊക്കെ, ആരും അനങ്ങുന്നില്ല. ഫസ്റ്റ് ഡേ വർഷോ അവസ്ഥ ആലോചിക്കണേ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർവെൽ പഞ്ചുണ്ട്, മറ്റേ ലൂസിഫറിൽ മറ്റേ നമുക്ക് ഒരേ ഒരു രാജുവേട്ടനല്ലേ പുള്ളിയുടെ മറ്റേ സംഭവം ഉണ്ടല്ലോ, എല്ല് കാണിക്കല്, എല്ലാത്തിലും എല്ലാണല്ലോ. മരത്തിന് മിന്നലടിച്ചാൽ എല്ല്, കുരിച്ച് മറിഞ്ഞു വീണ എല്ല്. അതുപോലെ ഇതിൽ ഇക്കയ്ക്ക് ഒരു മാസ് സീൻ കൊടുത്തിട്ടുണ്ട്. ഏതോ കോൺക്രീറ്റ് സ്ലാബ് പൊട്ടി വീണപ്പോൾ മിഡിൽ ഫിംഗർ. അങ്ങനെ സഹനടനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഇക്കയെ അരമണിക്കൂർ ഇടവിട്ടിട്ട് കുറച്ച് സമയം കാണിക്കും. ബാക്കി സമയം മുഴുവൻ മറ്റ് കഥാപാത്രങ്ങളും ഗൗതം മേനോനും ടീമൊക്കെ തന്നെയാണ്. അങ്ങനെ പോകുന്ന സിനിമയ്ക്ക് സിനിമയുടെ ഇടയിലേക്ക് അതാ വരുന്നു ഇക്ക എപ്പോഴും പുതുമുകൾക്ക് അവസരം കൊടുക്കുകയാണല്ലോ. മറ്റാരുമല്ല, നമ്മുടെ ആറാട്ടനെ കാണിച്ചത് ആറാട്ടനെ തന്നെ പുറത്തു വിട്ടു രാവിലെ തന്നെ. മറ്റേ റിക്യൂവിനെ പിടിച്ചു വെച്ച പോലെ പിടിച്ചു വെക്കേണ്ട ആവശ്യം ഉണ്ടായില്ല, ആറാട്ടനെ തന്നെ പുറത്തു വിട്ടു. അതുകൊണ്ട് എന്തായി കഴിഞ്ഞാലും അത് ഇനി സ്പോയിലറല്ല, ആറാട്ടനുണ്ട എന്നെ മാസേരുന്ന നമുക്ക് അവസരം കൊടുത്തിന് എണ്ണ. അങ്ങനെ ആറാട്ടണ്ണൻ്റെ ഒരു മാസീൻ. മുഹമ്മദ് സലയൊക്കെ ഇടയ്ക്ക് വന്ന് അഭിനയിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബിനു പപ്പു ഉണ്ട്. പിന്നെ അവസാനമായപ്പോഴേക്ക് ഇക്ക എന്തൊക്കെയോ കാണിക്കുന്നു. ഇക്കയുടെ അതിമാരകമായ അഭിനയമാണോ അതോ എന്തോ ബാധ കയറിയതാണോ ഇക്കയുടെ മെത്തേഡ് ആക്ടിങ് ആണോ എന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇക്ക എന്തൊക്കെയോ കാര്യമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അത് ചിലപ്പോൾ അവാർഡൊക്കെ കിട്ടിയേക്കാൻ സാധ്യതയുണ്ട്. അതുപോലത്തെ ഇതുവരെ ഇക്ക കാണിക്കാത്ത എന്തോ ഒരു പരിപാടി ഇക്ക ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. സംവിധായകൻ GVP അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയി, ഐശ്വര്യ മേനോൻ ഭയങ്കരമായിരുന്നു ഇതിനകത്ത്, ഭയങ്കര മാസും ക്ലാസ്സൊക്കെ ആയിരുന്നു. പിന്നെ സുമിത്ത് അറിയാലോ, ബിഗ് ബിയിൽ മമ്മൂട്ടിയുടെ അനിയനായിട്ട് അഭിനയിച്ച സിമ്രാൻ്റെ അനിയൻ, പുള്ളി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ്. ഇനി എത്രയും പെട്ടെന്ന് പോയിട്ട് നോർത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കണം. മെഗാസ്റ്റാർ മമ്മൂക്കയുടെ സെൽഫുക്മാസ് ബസൂക്ക. നേരത്തെ പറഞ്ഞ പോലെ സിനിമ കാണാത്തത് കൊണ്ട് ആധികാരികമായി അതിന്റെ റിവ്യൂ പറയാൻ നമുക്ക് അവകാശമില്ല. പക്ഷെ എന്നാലും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചതും കാണിക്കാൻ ഉദ്ദേശിച്ചതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും. എന്നാൽ പോലും എനിക്കിത് കണ്ടപ്പോൾ, കാരണം ഒരുപാട് നാളായിട്ട് അശ്വൻ ആഘോഷിച്ച നമ്മുടെ ഇക്ക ഫാൻസ് ഉണ്ട്, അവർക്ക് കിട്ടുന്ന വലിയൊരു അടിയാണ്. കാരണം അശ്വൻ ഗോക്കിന്റെ കമന്റ്സ് പോയി കണ്ടാല് നമുക്ക് മനസ്സിലാവും. ഇപ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ലാലേട്ടന്റെ ഒരു അതിമാരക ഫാനാണ് അദ്ദേഹം. അതിമാരകമായ ലാലേട്ടൻ ഫാൻ ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് അദ്ദേഹം പറഞ്ഞ ചില ഇൻസിഡന്റ് ഒക്കെ ഉണ്ട്, ലാലേട്ടൻ കൂടെ ഫോട്ടോ എടുക്കാൻ പോയതിന്റെ ഒക്കെ. അതൊക്കെ നിങ്ങൾക്ക് കേട്ടാലും കണ്ടാലും മനസ്സിലാവും. അപ്പൊ അദ്ദേഹം മോശം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ട്. അത് ഒരു ജെനുവിൻ ഫാൻ അത് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എന്റെ എമ്പുരാന്റെ റിവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇപ്പോൾ എമ്പുരാൻ സിനിമ കണ്ട് ഞാൻ റിവ്യൂ പറഞ്ഞപ്പോൾ 80% ആ സിനിമയിൽ എനിക്ക് നല്ലതായിട്ട് തോന്നി, മോശമായിട്ട് തോന്നിയ 20% ഉണ്ടാവുള്ളൂ. അതുപോലും പക്ഷെ ഞാൻ ഓണസ്റ്റ് ആയിട്ട് നമ്മളെടുത്ത് ലാലേട്ടന്റെ എത്ര വലിയ ഫാനായിട്ട് ഞാൻ എടുത്ത് പറഞ്ഞ് ഒരു ലാലേട്ടൻ സിനിമയ്ക്ക്. സോ ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നില്ല ഒരു മമ്മൂക്ക ഫാനും ചെയ്യുന്നത്. അത് അവരുടെ അടുത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അവരൊരിക്കലും മമ്മൂക്കൻ്റെ ഒരു മോശം സിനിമ വന്നാലോ മോശം എന്തെങ്കിലും ചെയ്താലോ അവർ സമ്മതിച്ചു തരില്ല. അവരെ അങ്ങനെയാണ് സത്യത്തില്. ഈ ഒരു റിവ്യൂ എന്തായാലും ഇക്ക ഫാൻസിനെ ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് കുറച്ച് ഇങ്ങനത്തെ റിവ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇക്കന്റെ പെർഫോമൻസ് പോലും നമുക്ക് അങ്ങനെയാണ്. ഒരു നല്ല സ്ക്രിപ്റ്റില് അദ്ദേഹത്തിന് നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ മാത്രമേ ഒരു മെഗാസ്റ്റാറിന്റെ ഒരു ഗംഭീര ആക്ടർ പെർഫോമൻസ് നമുക്ക് ഇക്കയിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര മോശമായ ഒരു പുതുമുഖ നടൻ അഭിനയിക്കുന്ന തരത്തിലുള്ള പല സീനുകളും നമുക്ക് എപ്പോ വേണമെങ്കിൽ കാണാതെ. ഇപ്പൊ എത്ര ഗംഭീര സിനിമകൾ ചെയ്തതിനു ശേഷം വേണമെങ്കിൽ പോലും ഇനി നെക്സ്റ്റ് സിനിമയിലോ നമുക്ക് കാണാം. നല്ലൊരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ പെർഫോമൻസ് പോലും നമുക്ക് ഒരു പുതുമുഖ നടന്റെ പോലെ മമ്മൂക്കേന്റെ കാണാൻ പറ്റുന്നതാണ്. ഇത് മമ്മൂക്കേന്റെ നല്ല ഫേസ് ആയിരുന്നു ഇത്ര കാലം. ഗംഭീരമായ സിനിമകൾ കഴിഞ്ഞ വർഷം ചെയ്തു. പക്ഷേ ഈ 2025 അത് ലാലേട്ടന്റെ വർഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഗംഭീര പെർഫോമൻസ് ഇനി ഈ മാസം അവസാനം നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതിലും എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് ഉറപ്പായി അങ്ങനെ തന്നെ പറയും. നമ്മളൊരു ഹോണസ്റ്റി നമ്മൾ കീപ്പ് ചെയ്യണം. നല്ലതാണ്, ഫാൻ ആണെങ്കിലും എന്താണെങ്കിലും നമ്മളെ ആക്ടേഴ്സ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചെയ്യുന്ന മോശം കാര്യങ്ങൾ എടുത്ത് പറഞ്ഞാൽ മാത്രമേ അതിലാണ് സത്യസന്ധത ഉള്ളത്. സോ ഇത് ഞാൻ പറഞ്ഞ മുന്നേ ചെയ്തിരുന്ന വീഡിയോന്റെ ടൈപ്പുള്ള ഒരു വീഡിയോ ആണ്. അത് പെട്ടെന്ന് മനസ്സ് തോന്നിയിട്ട് ചെയ്തതാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം, അതായത് നല്ല ആ കണ്ടന്റുകളിൽ റോസ്റ്റിംഗ് വരെ മനസ്സിൽ പ്ലാൻ ഉണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പുതിയ രീതിയിൽ തന്നെ അവതരിപ്പിക്കാനാണ് ആഗ്രഹം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.